ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ വീണ്ടും സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിൽ നമുക്ക് നല്ലൊരു അവസരം നൽകിയ അതിനായി നമുക്ക് കർത്താവിന് നന്ദി പറയാം. എല്ലാവരും പ്രാർത്ഥനയോടെ തിരുവചനത്തിന് മുമ്പിൽ ആയിരിക്കാം. നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം അതിനായി നിങ്ങൾ ക്രമപ്പെടുത്തണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം തന്റെ ആത്മാവിനെ നമ്മളിലേക്ക് വർഷിക്കുന്നത് നമ്മൾ ദൈവരാജ്യത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ് ദൈവം പരമപ്രധാനമായി ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരും ലോകത്തിൽ പരിശുദ്ധാത്മാവുള്ള എല്ലാവരും ദൈവത്തിന്റെ ആത്മാവിൽ വസിക്കുമ്പോൾ അവർ വാസ്തവത്തിൽ ദൈവരാജ്യത്തിലാണ് വസിക്കുന്നത്, സ്വർഗത്തിലാണ് വസിക്കുന്നത്. സ്വർഗീയരായി ഈ ഭൂമിയിൽ വസിക്കുകയാണ്. ഒരു സ്വർഗീയ മകനോ മകളോ ആയി തീരുന്നത് ഈ ആത്മാവ് നമ്മുടെ മേൽ വന്ന് നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ മകനോ മകളോ ആയി തീരുകയാണ്. നമ്മൾ ആരും അങ്ങനെ ആകുന്നതല്ല. എല്ലാ പരിശുദ്ധാത്മാവ് നമ്മളിൽ അങ്ങനെ ആക്കി തീർക്കുന്നതാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നതിന് ശേഷം പിതാവാം ദൈവം എന്തൊക്കെ നമ്മളിലൂടെ ചെയ്യാൻ പദ്ധതിയിട്ടിട്ടുണ്ടോ അതെല്ലാം പരിശുദ്ധാത്മാവ് അതാത് സമയങ്ങളിൽ, അതാത് മണിക്കൂറിൽ, അതായത് കാലഘട്ടത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെ വെളിപ്പെടുത്തി തരുന്ന ഒരു ശുശ്രൂഷ നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ നിലയിലല്ല, ഒരു അസാധാരണ നിലയിലുള്ള ഒരു ദൈവ മനുഷ്യനായി, ദൈവത്തിന്റെ പകരക്കാരനായി, ദൈവത്തിന് പകരമായി ഈ ഭൂമിയിൽ നമ്മൾ നിലകൊള്ളുകയാണ്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ആരുടെ യോഗ്യത കൊണ്ടോ കഴിവ് കൊണ്ടൊന്നും അല്ല, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുന്നതിലൂടെയാണ്, ദൈവത്തിന്റെ വിളിയാണ് അതെല്ലാം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ എല്ലാവരും പ്രവാചകന്മാരായിരുന്നില്ല, എല്ലാവർക്കും പ്രവാചക ശുശ്രൂഷയും ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമ വിശ്വാസികൾ എല്ലാവരും പ്രവചിക്കണം, പ്രവാചക ശുശ്രൂഷ ചെയ്യണം, പ്രവാചകന്മാരാകണം. പുതിയ നിയമ എല്ലാ ശുശ്രൂഷയും പ്രവചന അഭിഷേകത്തിലൂടെയാണ് കണക്റ്റ് ആയിരിക്കുന്നത്, പ്രവചന അഭിഷേകത്തിലാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമായി നൽകുന്നതല്ല പുതിയ നിയമത്തിലുള്ള പ്രവാചക ശുശ്രൂഷ, പ്രവാചക അഭിഷേകം. അത് കോമൺ ആണ്, എല്ലാവർക്കും അത് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആര് അതിനു വേണ്ടി നിലയുറപ്പിക്കുന്നുവോ, ആര് ആ വിധത്തിൽ എനിക്ക് ദൈവരാജ്യത്തെ പണിയണം, പ്രവചനാത്മാവിൽ എനിക്ക് ദൈവരാജ്യം പണിയണം എന്ന് ആരൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങുന്നുവോ അവരുടെ ഉള്ളിൽ ഈ പ്രവചന ശുശ്രൂഷകളുടെ ഏരികൾ തുറക്കപ്പെടുവാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ പ്രവാചകൻ എന്നാൽ ഒരുപാട് പേരിലാണ് അവർ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ ശബ്ദമെന്ന്, ദൈവത്തിന്റെ ഹൃദയം അറിയുന്നവരെന്ന്, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവർ, ദൈവശക്തി ചുമക്കുന്നവർ, ദൈവത്തിന്റെ കാര്യസ്ഥർ, ജനത്തിന്റെ കാവൽക്കാർ, ഇങ്ങനെ പല പേരിലാണ് അവർ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. കാര്യം പല വിധത്തിലായിരുന്നു അവരുടെ ശുശ്രൂഷകളെല്ലാം. വാസ്തവത്തിൽ പുതിയ നിയമത്തിലും ഒരു പ്രവാചകനായി നിയോഗിക്കുന്ന ഒരു നില വേറെ തന്നെയാണ്, പ്രവചനങ്ങളുടെ നിലയും വേറെ തന്നെയാണ്. ഒരാൾ പ്രവാചകനാകണമെന്നില്ല പുതിയ നിയമത്തിൽ പ്രവചിക്കാൻ. എല്ലാവർക്കും കോമൺ ആയി പ്രവചനങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിയും. പുതിയ നിയമത്തിന്റെ പ്രത്യേകത അതാണ്. എല്ലാവരും സമ്പന്നതയിലേക്കാണ് പുതിയ നിയമത്തിൽ ഈശോയുടെ കാൽവറി യാഗത്തിന് ശേഷം ദൈവപിതാവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. താൻ ദൈവപിതാവിന്റെ മകനും മകളുമായി തീരുവാൻ, യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശികളാകുവാൻ, പിതാവിന്റെ മക്കളും യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശികളാകുവാനുള്ള ഒരു ഉയർന്ന നിലയിലേക്കുള്ള വിളിയാണ് നമുക്ക് പുതിയ നിയമത്തിൽ നൽകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ എല്ലാവരിലും പ്രവചനങ്ങൾ പ്രകടമായി വരും. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ഒരു പ്രവാചകനെ കുറിച്ചാണ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ ആരാണ്? പ്രവാചകൻ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 33-ാം അധ്യായത്തില് എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവപിതാവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: നീ എന്റെ ജനത്തിന്റെ കാവൽക്കാരനാണ്. എസെക്കിയേൽ പ്രവാചകനോട് പറയാണ്, പ്രവാചക, നീ എന്റെ ജനത്തിന്റെ കാവൽക്കാരനാണ്, നിന്നിലൂടെയാണ് ഞാൻ എൻ്റെ സംവിധാനങ്ങളെല്ലാം
എന്റെ ജനത്തിന്റെ മേലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിന്റെ 33-ാമത്തെ അധ്യായത്തില് ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. കർത്താവ് എസെക്കിയേലിനോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാനൊരു കേട്ടോ ദേശത്തിന്റെ ശ്രദ്ധിച്ചു കേട്ടെ. കർത്താവ് യുഎസ് ബൈബിളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പല ബൈബിൾ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, നോ പ്രോബ്ലം. കർത്താവ് പ്രവാചകനോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ എന്റെ ജനത്തോട് പറയുക. ഒരു ദൈവമനുഷ്യൻ ദൈവത്തിന്റെ ജനത്തോട് കൈമാറുന്നതാണ് പ്രവചനങ്ങൾ. ദൈവം അവന്റെ കയ്യിൽ എന്ത് കൊടുക്കുന്നോ അതവൻ കൈമാറുന്നതാണ് പ്രവചനങ്ങൾ. ദൈവം ഒരിക്കലും പ്രവചിക്കുന്നില്ല. ദൈവത്തിന്റെ പ്രവാചകന്മാരാണ് ദൈവിക കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിച്ച് പ്രവാചകന്റെ വായിലൂടെ പുറപ്പെടുവിപ്പിക്കുമ്പോൾ അതാണ് വാസ്തവത്തിൽ പ്രവചനമായി തീരുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ പ്രവാചകനോട് ദൈവം പറയാണ്, നീ എന്റെ ജനത്തോട് പറയുക, ഞാൻ ഒരു ദേശത്തിന്റെ മേൽ വാൾ അയക്കുകയും ആ ദേശത്തെ ജനം തങ്ങളിൽ ഒരുവനെ കാവൽക്കാരനായി നിയമിക്കുകയും വാൾ വരുന്നത് അവൻ കാണുകയും കാഹളമൂതി മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. കാഹളനാദം കേട്ടിട്ടും മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവന് വാൾ വിച്ഛേദിക്കപ്പെടും. അവന്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ ആയിരിക്കും. കാഹളനാദം കേട്ടിട്ട് മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവനെ വാൾ വിച്ഛേദിച്ച് കളയുകയും അവന്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ ആയിരിക്കുകയും ചെയ്യും. അവൻ കാഹളനാദം കേട്ടു, മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല, അവന്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ ആയിരിക്കും. കണ്ടോ? ദൈവം പ്രവാചക ശുശ്രൂഷയിൽ ആഡ് ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുന്നറിയിപ്പുകൾ. വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക. വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ ദൈവം അറിയിച്ചു കൊടുക്കുന്ന ഒരു കാര്യസ്ഥനാണ്, ഒരു ഉത്തമദാസനാണ്, വിശ്വസ്തദാസനാണ് പ്രവാചകൻ. ഈ പ്രവാചകൻ ഏൽപ്പിച്ചിരിക്കുന്നത് തന്റെ ജനത്തിന്റെ മേലാണ്. ജനത്തിന് മേൽ അധികാരം കൊടുത്ത് ജനത്തിന്റെ കാവൽക്കാരനായി, ജനത്തിന്റെ ശുശ്രൂഷകനായി ദൈവം തന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഒരു പ്രവാചകൻ വഴിയാണ് ദൈവം ഭൂമിയിൽ എല്ലാ കാര്യവും എല്ലാ കാലത്തും സംവിധാനം ചെയ്യുന്നത്, രൂപപ്പെടുത്തിയെടുക്കുന്നത്. ദൈവത്തിന്റെ ഒരു സംവിധാനത്തിന്റെ പ്രധാന ആളാണ്, ഒരു ഓഫീസറാണ്, അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠ കാര്യസ്ഥനാണ് ഈ പ്രവാചകൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കതൊരു എന്താ പറയാ, ഒരു ഓഫീസുമായി വേണമെങ്കിൽ ഒരു പ്രവാചകനെ പരിചയപ്പെടുത്താം. നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയും. ഒരു ഓഫീസിലൂടെയാണ് എല്ലാ ഫയലുകളും നീങ്ങുന്നത് പോലെ ഒരു പ്രവാചകൻ വഴിയാണ് എല്ലാ കാര്യങ്ങളും ദൈവത്താൽ ഈ ഭൂമിയിൽ ക്രമീകരിക്കപ്പെടുന്നത്. പ്രവാചകന് ഭയങ്കര റോളാണ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പ്രവാചകന്മാർ ദൈവത്തിന്റെ വലിയൊരു എന്താ പറയാ, വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ്. പുതിയ നിയമത്തില് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തില് അപ്പോസ്തലന്മാരുടെ കാലത്ത് അന്ത്യോക്യൻ സഭയിൽ ഉണർവുണ്ടായപ്പോൾ, അന്ത്യോക്യയിൽ വെച്ച് സഭയിൽ വലിയൊരു ഉണർവുണ്ടായപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 1-ാം തിരുവചനം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. അവർ സഭാ ശുശ്രൂഷയിൽ എല്ലാ കാലത്തും, ഈ കാലത്ത് ആ കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും ദൈവസ്വരം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് ഒരു പ്രവാചകനാണ്. പ്രവാചകന് തൊട്ട് താഴെയാണ് പ്രബോധകൻ. അതിന് പ്രിയമുള്ളവരെ, ഒരു പ്രവാചകന്റെ കയ്യിലാണ് ഒരു പാക്കേജ് ദൈവം കൊടുക്കുന്നത്. പുതിയ നിയമത്തിലെ ഒരു പ്രവാചകന്റെ കയ്യിൽ കൊടുക്കുന്ന ആ പാക്കേജിനുള്ളിൽ അവൻ വഴിയായി പലതിനെയും ഭൂമിയിൽ സൃഷ്ടിച്ചെടുക്കുവാൻ, ഉണ്ടാക്കുവാൻ, ഇല്ലാത്തതിനെ ഉളവാക്കുവാൻ ദൈവത്തിന് സാധിക്കും. അവൻ എപ്പോഴും കർത്താവിന്റെ പക്ഷത്തായിരിക്കും. അവന്റെ എരിവ് എപ്പോഴും ദൈവം എന്ത് പറയുന്നു, ദൈവം എന്തറിയിക്കുന്നു, ദൈവത്തിൽ നിന്ന് കാണുന്നു, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു, ദൈവത്തിൽ നിന്ന് എന്ത് അറിയുന്നു, അത് മാത്രമാണ് അവന്റെ ശുശ്രൂഷ. പുതിയ നിയമ പ്രവാചകന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത
അവൻ പിതാവിന്റെ ശുശ്രൂഷ, പിതാവിന്റെ വാക്കുകൾ, പിതാവിന്റെ ഇഷ്ടങ്ങൾ, പിതാവിന്റെ മനസ്സ് അവൻ അറിഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും പഠിച്ചുകൊണ്ടും ആണ് അവൻ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. അവൻ്റെതായ ഒരു ഇംഗിതവും ഒരു വികാരങ്ങളും ഒരാശയങ്ങളും ഒരു സങ്കല്പങ്ങളും ഒരു അഭിപ്രായവും അവനില്ല വ്യക്തിപരമായി പറയാൻ. കാര്യം അവൻ എപ്പോഴും ദൈവപക്ഷത്താണ്, ദൈവത്തിന്റെ മനസ്സിന് ഇണങ്ങിയാണ് നിൽക്കുന്നത്. അതാണ് 1 കൊരിന്ത്യർ 2:15 അപ്പോസ്തലനായ പൗലോസ് പറയാണ്, അദ്ദേഹം അപ്പോസ്തലനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പ്രവാചക ശുശ്രൂഷകനും കൂടിയാണ്. എല്ലാ അപ്പോസ്തല അഭിഷേകത്തിനകത്തും പ്രവാചകത്വമുണ്ട്. അദ്ദേഹം പറയാണ്, അതിന്റെ 15-ാം തിരുവചനത്തിൽ പറയാണ്, ഞങ്ങൾക്ക് ദൈവത്തിന്റെ മനസ്സറിയാം. കണ്ടോ, ദൈവത്തിന്റെ മനസ്സുമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് ആ മനസ്സുമായി ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന്റെ മനസ്സ് പ്രവാചകന്റെ മനസ്സുമായി എപ്പോഴും ലിങ്ക്ഡ് ആണ്. അതിനെ പറയുമുള്ളവരെ, ഒരു പ്രവാചകൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ഈ പുറപ്പാട് പുസ്തകത്തിന്റെ അകത്ത് അതിന്റെ 3-ാം അധ്യായത്തില് അതിന്റെ 14 മുതലുള്ള തിരുവചനത്തില്, പുറപ്പാട് 3:14 ദൈവം മോശയോട് പറയാണ്, ഇതാ എന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് നീ പോവുക, ഞാൻ നിന്നെ അങ്ങോട്ട് അയച്ചിരിക്കുന്നു. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയണം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രഹാത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. പ്രവാചകന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, ദൈവത്താൽ അയക്കപ്പെടുകയാണ്. അവൻ സ്വമേധയാ പോവുകയല്ല, അയക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് അവനെ വഹിച്ചുകൊണ്ട്, നയിച്ചുകൊണ്ട്, ഉപദേശിച്ചുകൊണ്ട്, ചിലത് കൈമാറിക്കൊണ്ട് അവനെ കൊണ്ടുപോവുകയാണ്. അതാണ് ഒരു പ്രവാചകൻ. അത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം അതിന്റെ 34-35 തിരുവചനത്തിൽ ദൈവം അയച്ചവൻ, കണ്ടോ, ദൈവം അയക്കുന്നവൻ. വാസ്തവത്തിൽ ഒരു ശുശ്രൂഷ രൂപപ്പെടുന്നത് തന്നെ ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവ മനുഷ്യനിൽ കൈമാറി ദൈവ മനുഷ്യൻ വഴി ദൈവജനത്തിന് കൈമാറുന്നതാണ് ശുശ്രൂഷ. ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവ മനുഷ്യൻ വന്ന് ക്യാമ്പ് ചെയ്ത് ദൈവ മനുഷ്യൻ തുടർന്ന് ഇതാ ദൈവജനത്തിന് കൈമാറുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഈ ഭൂമിയിൽ ആ ശുശ്രൂഷ നിർവഹിക്കുന്നു. അതാണ് ഒരു പ്രവാചകൻ. അവന് സ്വന്തമായിട്ടൊന്നുമില്ല, സ്വന്തമായി ഒന്നും പറയാനുമില്ല. ചലിച്ചാൽ മാത്രമേ, അറിഞ്ഞാൽ മാത്രമേ, കേട്ടാൽ മാത്രമേ അവൻ യാത്ര ചെയ്യുകയുള്ളൂ. ചലനമില്ലെങ്കിൽ അവൻ യാത്ര ചെയ്യുകയില്ല. അങ്ങനെ യാത്ര ചെയ്താൽ പ്രവാചകൻ അറിയാം, അവന്റെ മുൻപിൽ മനുഷ്യപ്രീതി, മനുഷ്യസ്ഥാനം, മനുഷ്യന്റെ മാനം, മനുഷ്യന്റെ അംഗീകാരം, മനുഷ്യന്റെ വസ്തുവകകൾ, മനുഷ്യന്റെ സാധ്യതകൾ ഇവന്റെ മേൽ വന്ന് കുമിഞ്ഞുകൂടും. മനുഷ്യന്റെ അംഗീകാരം. എന്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ശുശ്രൂഷ ജീവിതത്തിലും വിശുദ്ധ ജീവിതത്തിലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളിൽ ഒരു സ്വകാര്യതയുണ്ട്. ഒരു സ്വകാര്യത. ദൈവം കോമൺ ആയിട്ടല്ല എന്നോട് ദൈവം സംസാരിക്കുന്നത്, എന്നോട് വ്യക്തിപരമായിട്ട്. എന്റെ ചുറ്റുപാടുമുള്ളവരെ കൂട്ടിയല്ല, എല്ലാവരും കാണുകയോ കേൾക്കുകയോ ആ വിധത്തിലല്ല, സ്വകാര്യമായി എൻ്റെ ആത്മാവിൽ ദൈവം മന്ത്രിക്കുന്നു. എൻ്റെ ആത്മാവിൽ ദൈവം ചില ശുശ്രൂഷകളുടെ പാക്കേജുകൾ കൈമാറുന്നു. എൻ്റെ ആത്മാവിൽ ദൈവം ചില മേഖലകൾ തുറക്കുന്നു. അതെന്റെ ആത്മാവിലാണ് സംഭവിക്കുന്നത്. എൻ്റെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ചില കാര്യങ്ങൾ അറിയുന്നു. അതെന്നോടുള്ള സ്വകാര്യതയിലാണ്. ആ സ്വകാര്യത, ഞാനൊരു ദൈവത്തിന്റെ പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ ഞാൻ അതിനെ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാനത് ഒരിക്കലും എന്താ പറയാ, മറ്റൊരാളുമായി ചർച്ചാ വിഷയത്തിന് ചർച്ച ചെയ്യാൻ അത് കൈമാറാൻ പാടില്ല. അത് എനിക്കുള്ള പാക്കേജാണ്. അതിനോട് ദൈവത്തിൽ ഞാൻ അതിനോട് വിശ്വസ്തനായിരുന്നാൽ അത് മാത്രം മതി എനിക്ക് സ്വർഗത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടാനിടയാകും. കർത്താവിന്റെ ഈ ഭൂമിയിലെ എല്ലാ ശുശ്രൂഷകരെ സംബന്ധിച്ചും ഒരു സ്വകാര്യതയുണ്ട്. ഒരു പ്രവാചകൻ
അവന്റെ പ്രവാചകത്വത്തിന്റെ ബലം എന്നും അവന്റെ മേൽ ഉണ്ടായിരിക്കണമെങ്കിൽ അവനും ദൈവമായിട്ടുള്ള ഏരിയകളിൽ ഒരു സ്വകാര്യത ഉണ്ടാകണം. അതാരും അറിയേണ്ടതില്ല, ആരെയും നാം അറിയിക്കേണ്ടതുമില്ല. ആരെങ്കിലും അത് അറിഞ്ഞാൽ അത്ര തന്നെ റിസ്ക് ആണ് ഈ ഭൂമിയിലെ വിശുദ്ധ ജീവിതത്തിലെ യാത്രകൾ. അത്ര തന്നെ റിസ്ക് ആണ്. കാര്യം മനുഷ്യൻ ഇത് ഏതെങ്കിലും വിധത്തിൽ അറിയാനിടയായാൽ എന്റെ മേൽ കിടക്കുന്ന പുതപ്പിന്റെ വലിപ്പമോ വിസ്തൃതിയോ അതിന്റെ സുഗന്ധമോ അതിന്റെ ആസ്വാദനമോ അതിന്റെ ഘനമോ ഞാൻ ഏതെങ്കിലും വിധത്തിൽ മറ്റൊരാളോട് അറിയിച്ചാൽ അത് മനുഷ്യപ്രീതിക്ക് കാരണമായി തീരും. ഒരു ദൈവ ശുശ്രൂഷകൻ കണ്ടില്ലേ, അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ ചെയ്ത് കണ്ടില്ലേ? അദ്ദേഹം ഉടുപ്പ് വലിച്ചു കീറി. ഇവൻ ഞങ്ങൾക്കൊരു ദൈവത്തെ പോലെയാണ്, ദേവനാണെന്നൊക്കെ. ഈ അപ്പോസ്തലന്റെ ജീവിതത്തിൽ നടന്ന അത്ഭുത പ്രവൃത്തികളിൽ ഒരു അത്ഭുത പ്രവൃത്തി കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു, ഇവൻ ഞങ്ങൾക്ക് ദൈവതുല്യനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം, ഞാനൊരു പച്ചയായ സാധാരണ മനുഷ്യനാണെന്ന വിധത്തിൽ ഉടുപ്പ് വലിച്ചു കീറി. എന്ന് പറയുമുള്ളവര്, അതിന്റെ കാരണം ഇതാണ്. നമ്മളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ശുശ്രൂഷ ജീവിതത്തിൽ അറിയപ്പെടുവാൻ തുടങ്ങിയാൽ നമുക്ക് മനുഷ്യ സാധാരണയായ ചില മാനങ്ങൾ, സ്ഥാനങ്ങൾ, അംഗീകാരങ്ങൾ, മനുഷ്യപ്രീതി, മനുഷ്യന്റെ മാനുഷികമായ പലതെല്ലാം നമ്മളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ശുശ്രൂഷ മേഖലകളിലേക്ക്, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക്, നമ്മുടെ ദൈവമായിട്ടുള്ള സ്വകാര്യ ഏരിയകളിലേക്ക് കടന്നു കയറാൻ സാധ്യതയുണ്ട്. അത് വളരെ ഡേഞ്ചർ ഏരിയ ആണ്. എന്നെ പ്രിയമുള്ളവരെ, ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവിൽ എനിക്ക് എന്നെ പോലെ അറിയാവുന്ന ഒരു ദൈവമനുഷ്യനെ കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ചില കാര്യങ്ങൾ കാണിപ്പിക്കാൻ, ചില കാഴ്ചകൾ അദ്ദേഹത്തിന് കൈമാറാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ദൂതൻ ആ ദൈവമനുഷ്യനെ, ആ പ്രവാചക ശുശ്രൂഷകനെ ദൈവം കൊണ്ടുപോയത്. അങ്ങനെ അദ്ദേഹത്തെ ആ സ്വർഗത്തില് ഒരു സ്ഥലത്തെത്തിച്ചപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയ ദൂതൻ ഒരു 5-10 മീറ്റർ ഉയരത്തിലേക്ക് ഉയർന്നു നിന്നു. ഉടനെ ഇദ്ദേഹം മുകളിലേക്ക് നോക്കുകയാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ ഈ ദൂതനോട് ചോദിച്ചു, എന്താ ദൂത പെട്ടെന്ന് ഉയർന്നു പൊങ്ങി എന്ന് ചോദിച്ചു. നേരം ആ ദൂതൻ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ, അദ്ദേഹത്തിന്റെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ കൈ നീട്ടി കാണിച്ചു. അദ്ദേഹവും ആ ദൂതൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് മനുഷ്യർ ഇങ്ങനെ കയറി വരുന്നത് അദ്ദേഹം കാണുക. അങ്ങനെ ഭൂമിയിൽ നിന്ന് മനുഷ്യർ കയറി വരുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തെ അതിശയിപ്പിച്ചൊരു കാര്യം, അവരുടെ കൈകളിലെല്ലാം ഒരു ഗോൾഡൻ കളർ ഉള്ളതുപോലെ, ഗോൾഡൻ പോലെയുള്ള കളറുള്ള ഒരു പതാക അവർ ഏന്തിയിരുന്നു. അവരുടെ കയ്യിൽ നമ്മളെ ദേശീയ പതാക പോലെയുള്ള ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു പതാക ഇങ്ങനെ അവർ പിടിച്ചിട്ടുണ്ട്. ആ പതാക ഇങ്ങനെ പാറി നിൽക്കുകയാണ്. ആ പതാകയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, രക്ഷ 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 എന്നിങ്ങനെയാണ്. അത് ഒരുപാട് ആളുകളെ അദ്ദേഹം കാണുകയാണ്. ഒരുപാട് വിശുദ്ധരായിട്ടുള്ളവരെയാണ് അദ്ദേഹം കാണുന്നത്. സ്വർഗത്തിലേക്ക് വിശുദ്ധർ പ്രവേശിക്കുന്ന ഒരു എൻട്രി ആണ്, ആ ഒരു എൻട്രൻസ് ഏരിയ ആണ് കാണുന്നത്. അനേകർ ഇങ്ങനെ കടക്കുകയാണ്. അപ്പൊ അവരുടെ കൈകളിലെല്ലാം ഈ രക്ഷ 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 എന്നുണ്ട്. അപ്പൊ ഈ ദൂതൻ ഈ ദൈവമനുഷ്യനോട് ചോദിക്കുകയാണ്, എന്താണ് ഈ രക്ഷ എന്ന് നിനക്കറിയാമോ? അപ്പോ ദൂതൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. ദൂതനോട് പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. ഉടനെ ഈ ദൂതൻ ഇദ്ദേഹത്തോട് പറയാണ്, ഇവർ വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവരാണ്, വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവരാണ്. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഉയർന്ന ഏരിയകളിൽ അവിടെ ഒരു മേഘപ്പാളിയാണ്. ഒരു പ്രത്യേക സ്ഥലമാണ്. നമുക്ക് എങ്ങനെ പറയാ, അവിടുത്തെ കളർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള ഒരു കളർ, അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ്. അപ്പൊ അവിടെ നിന്ന് ആളുകൾ സംസാരിക്കുന്ന കേൾക്കാം. വളരെ പക്വതയുള്ള, ഇങ്ങനെ എന്താ പറയുക, എടുത്തിയാടി സംസാരിക്കാതെ വളരെ ശാന്തരായ, എല്ലാത്തിനും വിജയം വരിച്ചവരെ പോലുള്ള ആരൊക്കെയോ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് മനുഷ്യ സംഭാഷണം കേൾക്കാം.
ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് വാസ്തവത്തിൽ സ്വർഗം തന്നെയാണെന്ന്. അദ്ദേഹം സ്വർഗത്തിനടുത്ത് ഈ വിശുദ്ധരുടെ അവരുടെ പ്രവേശന കവാടത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹം നിൽക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഇദ്ദേഹം അങ്ങനെ സ്വർഗത്തിന്റെ ആ ഏരിയയിൽ നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു നല്ല വിശുദ്ധനായ, തേജസ്സുള്ള, കൃപയുള്ള, നല്ല ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു മാലാഖ ഇറങ്ങി വരികയാണ്. അങ്ങനെ ഈ മാലാഖ ഇറങ്ങി വന്നു. ഇപ്പോൾ 2 മാലാഖമാരായി. അങ്ങനെ ഈ മാലാഖ വരുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് കയറി വരുന്ന വിശുദ്ധരുമായി കണ്ടുമുട്ടാൻ ഇടയായി. അങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഖ ഈ ഭൂമിയിൽ നിന്ന് കയറി വന്ന വിശുദ്ധരുടെ ഇടയിലേക്ക് നടന്നു വന്നിട്ട് അതിന്റെ മുൻനിരയിലെ 2ാമത്തെ ആളുടെ പാദത്തിന് ഒരു ഉമ്മ കൊടുത്തു, ഒരു ചുംബനം കൊടുത്തു. ചുംബനം കൊടുത്തുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവനാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. വാസ്തവത്തിൽ ഇത് കേട്ടപ്പോൾ ആ ദൈവപുരുഷന് ഒത്തിരി അഭിമാനം തോന്നി. അങ്ങനെ ഒരു വിശുദ്ധനെ ഭൂമിയിൽ പരിചയപ്പെട്ടില്ലെങ്കിലും ഇവിടെ വെച്ചെങ്കിലും കാണാൻ പറ്റിയല്ലോ. ഇദ്ദേഹം വലിയൊരു വിശുദ്ധ സഹന ജീവിതം നയിച്ചതാണല്ലോ. അല്ല പ്രിയമുള്ളവരെ, ഇതാ ഈ വിശുദ്ധൻ ഉടനെ തന്നെ പറയുകയാണ്, ഇതാ ഈ ദൂതനോട് പറയുകയാണ്, ഞാൻ നിന്നിലും വലിയവനെ ഭൂമിയിൽ കണ്ടിരുന്നു. ഇതാ ഈ ദൈവമനുഷ്യൻ ഇങ്ങനെ ഞെട്ടി വിറങ്ങനിച്ച് നിൽക്കുകയാണ്. ഇതെന്താ പറയുന്നേ? എന്താ സംഭവിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധൻ ഇത് പറഞ്ഞ നിമിഷത്തിൽ ഈ ദൂതന് പെട്ടെന്ന് രൂപമാറ്റം സംഭവിച്ചു. ഒരു ഭാവവ്യത്യാസം ഉണ്ടായി. അദ്ദേഹം ഈ ദൂതൻ വേഗത്തിൽ ഈ വിശുദ്ധന്റെ മുട്ടുകാലിന് കയറി കടിക്കുന്നത് പോലെ, ഇങ്ങനെ പെട്ടെന്ന് കടിക്കുന്നത് പോലെ ഒരു ആക്ഷൻ കാണിച്ച് വായ് പിളർത്തി അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് നീളമുള്ള പല്ല് ഈ വിശുദ്ധന്റെ കാലുകളിൽ കൊള്ളുകയാണ്. ഈ വിശുദ്ധൻ പെട്ടെന്ന് കുടഞ്ഞു കളഞ്ഞു. അദ്ദേഹത്തോ പറഞ്ഞുകൊണ്ടാണ് കുടഞ്ഞു കളയുന്നത്. ഇത് കുടഞ്ഞു കളഞ്ഞ ഉടനെ തന്നെ സംഭവിച്ച ഒരു കാര്യം, ഇതാ ഈ ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ആ ഏരിയയിൽ നിന്ന് വന്ന ആ ദൂതൻ ഒരു അഗ്നികുണ്ഡത്തിലേക്ക്, ഒരു അഗ്നി തടാകം പോലുള്ള സ്ഥലത്തേക്ക് മറിഞ്ഞു പോകുന്നത് കണ്ടു. എന്റെ പ്രിയമുള്ളവരെ, ഈ ദൈവമനുഷ്യന് വലിയൊരു അതിശയകരമായി എന്താ പറയുക, ഭയം തോന്നി അദ്ദേഹത്തിന്. അതിലുപരിയായി എന്താണ് സംഭവിക്കുന്നതെന്നൊരു എന്താ പറയാ, ഒരു അതിശയം തോന്നി. ഇദ്ദേഹം ഒരുപാട് നാള് ഇതിനു വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് ഇദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ കാര്യം. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, മോനെ, ഭൂമിയിൽ സാത്താന്റെ ലോകം തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ സഹനം കൊടുക്കുമ്പോൾ അത് പുണ്യമാണെന്ന് പറഞ്ഞ്, അത് ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച്, തന്റെ ശുശ്രൂഷ ജീവിതത്തിലെ വിശുദ്ധിക്കോ എളിമയ്ക്കൊക്കെ വേണ്ടി അത് കാഴ്ചവെച്ച് പരിഹാസങ്ങളും നൊമ്പരങ്ങളും അപവാദങ്ങളും ദാരിദ്ര്യം, പട്ടിണി, ശാരീരിക ഉപദ്രവങ്ങൾ, സുവിശേഷത്തെ പ്രതിയുള്ള പീഡകളൊക്കെ ഇവരെല്ലാം ഇത് സസന്തോഷത്തോടെ ഏറ്റെടുക്കുകയും നന്ദി പറയുകയും ഇതിനെ പ്രതി ദൈവസന്നിധി നന്ദി പറയുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ സാത്താന്യ ലോകം മനസ്സിലാക്കി ഇവരെ പീഡിപ്പിച്ചത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ അവരുടെ ഇടയിൽ സാത്താന്യ ലോകത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു കാര്യമാണ് ദൈവ ശുശ്രൂഷകരെ, ദൈവം വിളിച്ചവരെ, ദൈവം വേർതിരിച്ചവരെ മനുഷ്യരുടെ അധരങ്ങളിലൂടെ ഉയർത്തി പറയുക, പൊക്കി പറയുക, സ്ഥാനമാനങ്ങൾ കൊടുക്കുക, അംഗീകാരം കൊടുക്കുക, സമ്പത്ത് കൊടുക്കുക, അനാവശ്യമായ നിലയിൽ ഇവരെ ഉയർത്തുക, മനുഷ്യപ്രീതിയിലൂടെ ഇവനായിരിക്കുക എന്ന ഒരു വലിയ സാത്താന്യ ലോകത്തിന്റെ അജണ്ടയുടെ പ്രവർത്തനമാണ് നീ കണ്ട ഈ വെളിപ്പെടുത്തൽ, ഈ ദർശനം എന്ന് ഇദ്ദേഹത്തിന് ദൈവത്തിന്റെ ആത്മാവ് പിന്നീട് ഒരിക്കൽ കാണിച്ചു കൊടുക്കുക. അതിന് പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ
പ്രത്യേകമായി ഒരു പ്രവാചകന്റെ ദൗത്യ നിർവഹണത്തിലെല്ലാം മനുഷ്യപ്രീതിയില്ലാതെ ഒരു ദൈവ ശുശ്രൂഷകൻ മനുഷ്യന്റെ കയ്യടിയോ ഭയങ്കരമാണ്, അത് അങ്ങ് വലിയതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇത് ദൈവശബ്ദമല്ല. ഈ മനുഷ്യനിലൂടെ പുറപ്പെടുന്ന ശബ്ദം, അല്ലെങ്കിൽ നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിച്ച ആ സംഘാടകരിലൂടെ പറയുന്ന ഈ നമ്മളെ ഉയർത്തി പറയുന്ന ഈ രീതി ഒരിക്കലും ഈ പൂച്ചെണ്ടുകൾ, ഈ എന്താ പറയാ, പലപ്പോഴും എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ ഈ സഹനത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതൊരു വലിയ സഹനമാണ്. ഇതിനെ പരിത്യജിക്കുക എന്നുള്ളത് ഒരു സഹനമാണ്. മനുഷ്യപ്രീതി ഇല്ലാതെ ഒരു ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് വാസ്തവത്തിൽ ഒരു സഹനമാണ്. നമുക്കൊരു സന്തോഷമാണ് എല്ലാവരും നമ്മൾ അംഗീകരിക്കുക, കൈയടിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴൊക്കെ വസന്ത നമുക്കൊരു വലിയ സന്തോഷമാണ്. എന്നാൽ അതൊരു കാലഘട്ടത്തിൽ സന്തോഷം അനുഭവിച്ചു ഒക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ പിഴ എന്ന് ഞാൻ ഇത് എടുത്തു പറയാൻ ഏറ്റവും അധികം എൻ്റെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം കരഞ്ഞിട്ടുണ്ട് ഒരു കാര്യമാണ്, കർത്താവേ എനിക്ക് എളിമ തരണമേ. പക്ഷെ ഇന്നും എനിക്ക് എളിമയില്ല എന്ന് ഞാൻ അറിയുകയാണ്. ഞാൻ എത്ര മൗനമായിരുന്നാലും, എത്ര രഹസ്യത്തിൽ പോയി ഒളിച്ചിരുന്നാലും, ഞാൻ എപ്പോഴും എവിടെ ആയിരിക്കുമ്പോഴും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എന്നെ ആർക്കും പിടികിട്ടരുതേ. എൻ്റെ മേൽ കിടക്കുന്ന പുതപ്പിന്റെ അതിന്റെ ആ ഏരിയ, അത് ഏത് നൂല് കൊണ്ട് നെയ്തെന്നോ, അതിന്റെ സുഗന്ധം എന്താണെന്നോ, അതിന്റെ പ്രസരിപ്പോ, അതേത് കുളിരിനെയും അതിജീവിക്കുന്നതാണെന്നൊന്നും ആരും അറിയാതെ ഞാൻ എന്നെ തന്നെ കാത്തു സൂക്ഷിക്കും. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണ്, ഒരു പ്രവാചകന്റെ ദൗത്യ ശുശ്രൂഷയിൽ എപ്പോഴും നമ്മൾ ഒളിച്ചിരിക്കുക. അതൊരു വലിയ കാര്യമാണ്. നമ്മള് സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിലാണ്. നിങ്ങളതൊന്ന് ഒന്ന് ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ഒന്ന് എടുത്ത് 1 സാമുവേൽ ചാപ്റ്റർ 9 കിട്ടിയെങ്കിലെന്ന്, 9-ാം അധ്യായം കിട്ടിയെങ്കിലെന്ന് എടുത്തു നോക്കിക്കേ. അതിന്റെ 9-ല് സാമുവേൽ പ്രവാചകനെ സാവൂൾ രാജാവ് അഭിഷേകം ചെയ്യുന്നു. അതിന്റെ 10-ാം അധ്യായത്തിന്റെ ഒരു 22 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഈ പ്രവാചകൻ അഭിഷേകം ചെയ്ത സാവൂൾ രാജാവ് അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് പഠിപ്പിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അഭിഷേകം വർദ്ധിക്കുന്ന ഒരു ഏരിയയാണ് മനുഷ്യപ്രീതി ഇല്ലാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. അതല്ലേ യേശുവിനെ കുറിച്ച് അപ്പോസ്തലന്മാർ പറഞ്ഞ്, അവൻ ദൈവമായിരുന്നിട്ടും ദൈവമായിരുന്ന സമാനത ഉണ്ടോ? അത് വളരെ ഒളിച്ചിരിക്കുക. ശുശ്രൂഷയിൽ ദൈവത്താൽ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കട്ടെ. എന്നാൽ നമ്മുടെ മറ്റ് സമയങ്ങളിൽ ശുശ്രൂഷ വേദി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശുശ്രൂഷയുടെ ആ ഏരിയ, ആ ടൈം കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധാരണ പോലെ ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ആരും അറിയാതെ ഒളിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. 1 സാമുവേലിന്റെ പുസ്തകം ഇപ്പോൾ ഇങ്ങനെ വന്നതാണ്. ഓക്കെ, നമുക്കത് കേൾക്കാം. 10-ാം അധ്യായത്തിന്റെ 1 സാമുവേൽ 10-ാം അധ്യായം 22 മുതൽ. അവൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അവർ കർത്താവിനോട് ചോദിച്ചു. പ്രവാചകനായ സാമുവേല് സാവൂൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് കർത്താവിനോട് സന്ദേശം ചോദിക്കുക, ആലോചന ചോദിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ എനിക്കൊരു കാര്യം കൂട്ടി, നമ്മൾ പറഞ്ഞു വന്നതിനെ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം കൂട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം ഇതാണ്, ഒരു പ്രവാചക ശുശ്രൂഷയിൽ എപ്പോഴും ദൈവാലോചന ഉള്ള വ്യക്തിത്വം നമ്മളിൽ ഉണ്ടാകണം. ദൈവാലോചന ചോദിക്കുകയും ദൈവാലോചന അറിയുകയും ചെയ്യുന്നവനായിരിക്കണം നമ്മൾ. ഇല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളിൽ തെറ്റുകൾ സംഭവിക്കാം. ദൈവത്തിന്റെ മഹത്വം അതിന്റെ പൂർണ്ണ അളവിൽ ഭൂമിയുടെ മേൽ ദൃശ്യമാവുകയില്ല. അതാണ് അതിന്റെ ഒരു അപകടകരമായ ഒരു കാര്യം. അപ്പോ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ദൈവം ഇപ്പോൾ നമ്മളിപ്പോ ഒരു കൺവെൻഷൻ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഒരു ധ്യാനം ഏൽപ്പിച്ചു, അല്ലെങ്കിൽ 1 മണിക്കൂർ ഏതെങ്കിലും ധ്യാനമന്ദിരത്തിലേക്ക് നമ്മളൊരു പ്രോഗ്രാം, ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചു, അല്ലെങ്കിൽ ഒരു പരസ്യം, ഒരു വ്യക്തിയെ കണ്ടു, ആ വ്യക്തിയോട് പ്രവചിക്കാൻ ദൈവം നമ്മളോട് എന്താണ് ദൈവം പറയുന്നേ അത് മാത്രം നമുക്ക് പറയാൻ ഒരുപാട് നമ്മുടെ പരിചയത്തിൽ നിന്നും, അനുഭവത്തിൽ നിന്നും, അറിവിൽ നിന്നും, ദൈവിക വെളിപാടുകളിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി പറയാനുണ്ടാകാം.
എന്നാൽ ഈ സന്ദർഭത്തിൽ, ഈ മണിക്കൂറിൽ, ഈ നിമിഷത്തിൽ ഇപ്പോൾ എന്ത് പറയണം? കണ്ടത് സാമുവേൽ പ്രവാചകന്റെ പുസ്തകം കയറി വന്നു. ഞാനൊരിക്കലും സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിന് മുമ്പിൽ ഇന്ന് കർത്താവിന് സന്ദേശം ഉണ്ടായില്ല. എനിക്കുണ്ടായ സന്ദേശം ഇതാണ്: ഒരു പ്രവാചകത്വത്തെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും തുടങ്ങുക, ആരംഭിക്കുക. ഇത് 50 ദിവസത്തെ ശുശ്രൂഷയാണല്ലോ. അപ്പൊ എല്ലാ ദിവസവും ഒക്കെ ആയി ദൈവം അത് പൂർത്തിയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടൊന്നും എങ്ങനെയാണ് കാറ്റ് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. കാറ്റ് എങ്ങനെ വീശുന്നു അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും 50 ദിവസം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. ഈ ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളില് പല ധ്യാന മന്ദിരങ്ങളെ സഹായിക്കാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മറ്റ് പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ നമ്മുടെ എൽറൂഹ ധ്യാന മന്ദിരത്തിന്റെ ശുശ്രൂഷകളെ സഹായിക്കാനുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും എനിക്ക് സമയം അതിന്റെ പൂർണ്ണതയിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കണം. ഓക്കെ, നിങ്ങളിത് കൂടുതൽ മറ്റുള്ളവരെ അറിയിക്കാനും പ്രാർത്ഥിച്ചൊരുങ്ങി വരാനൊക്കെ ആയി ഇടയാകണം. ഓക്കെ, അദ്ദേഹം പറയാണ്, സാവൂളിനെ അവർ ആളുകളുടെ ഇടയിൽ അന്വേഷിച്ചു. ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബാംഗങ്ങളെല്ലാം വിളിച്ചുകൂട്ടി സാമുവേൽ പ്രവാചകൻ സാവൂളിനെ അന്വേഷിക്കുകയാണ്. നിങ്ങളത് പിന്നീട് ധ്യാനിക്കണം. അദ്ദേഹം അവരാരും ചോദിച്ചപ്പോൾ അവരാരും കണ്ടില്ല, അവൻ അന്വേഷിച്ചപ്പോൾ അവനെ കണ്ടില്ല. അങ്ങനെ കാണാത്തപ്പോൾ ഈ പ്രവാചകൻ തന്റെ പ്രവാചക ശുശ്രൂഷയുടെ ഒരു ഡോർ ഓപ്പൺ ചെയ്യുകയാണ്. സമയമാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ തുറക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് പ്രവാചക ശുശ്രൂഷ. സമയത്തിന് മുമ്പുമില്ല, സമയത്തിന് ശേഷവുമില്ല. ആ ഡോർ തുറക്കപ്പെടുകയില്ല. ഓരോ ശുശ്രൂഷയും അതതിന്റെ സമയത്ത് നമ്മുടെ മുമ്പിൽ വന്നു ചേരുകയാണ്. ഇന്നലെ രാത്രിയിലാണ് എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇന്നലെ വൈകുന്നേരം ഒരു വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിന്റെ ആ സമയത്ത്, ആ കുർബാന സ്വീകരണത്തിലാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ഈ ദിവസങ്ങളിൽ തുടങ്ങണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രേരണ, പ്രത്യേക സന്ദേശമല്ല എനിക്ക് ആദ്യം ഉണ്ടായത്, ഒരു പ്രേരണ, ഒരു ദൈവാലോചന പോലെ ഒരു പ്രേരണ. ഞാൻ അതിനോട് യെസ് പറഞ്ഞു. തുടർന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചു നിൽക്കെ എനിക്ക് സന്ദേശമായി അതിന്റെ ആ ക്ലാരിറ്റി തന്നു. അങ്ങനെയാണ് പിന്നീട് ഈ ശുശ്രൂഷ ഇങ്ങനെ ചെയ്യാം എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഞാൻ ഒരു ഒരുക്കവും നടത്തിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത, വടക്കേ ഇന്ത്യയില് സിക്കിമിലോ അതുപോലെ തന്നെ UP-യിലോ അങ്ങനെയൊക്കെ സർവീസ് ചെയ്യുന്ന 2 വൈദികർ അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് എൻ്റെ നമ്പറിൽ അവര് വീഡിയോ കോൾ ചെയ്ത് എൻ്റെ കിടക്കയിൽ വെച്ച് തന്നെ ഞാനുമായി ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് അവരെ ആദ്യമായിട്ടുള്ള ഒരു പരിചയമില്ല. അവരാരാണെന്നും എന്നോട് പറഞ്ഞില്ല, ഞാനും ചോദിച്ചുമില്ല. ഓക്കെ, എനിവേ പ്രിയമുള്ളവരെ, ഇതാ പ്രഭാതത്തിൽ തന്നെ എൻ്റെ മേൽ ഈ കാറ്റിന്റെ ചലനം സംഭവിക്കാൻ തുടങ്ങി. ഇന്നെന്തോ സർവീസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്ന് മറ്റൊന്നിലും അധികം കാര്യങ്ങൾ ചെയ്യാതെ കർത്താവിന്റെ മുമ്പിൽ ഒരു സെപ്പറേഷൻ കാത്തു സൂക്ഷിച്ചു. ഈ സമയത്തിന് വേണ്ടി ഒരുങ്ങി കമ്പ്യൂട്ടർ വെച്ച് ചെയ്യാമെന്ന് വെച്ചു, പക്ഷെ നടന്നില്ല. ഇത് മൊബൈലിൽ ചെയ്യാനിടയായി. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാ സമയമാകുമ്പോൾ മാത്രമാണ് ദൈവ ശുശ്രൂഷ വെളിപ്പെടുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു പദമുണ്ട് പുതിയ നിയമത്തിൽ: സാഹചര്യം അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ നീ വചനം പ്രസംഗിക്കുക. ഈ പറഞ്ഞ സന്ദർഭവും ഞാൻ പറയുന്ന കാര്യവും തമ്മിൽ ഒരു പൊരുത്തവുമില്ല. കാര്യം ദൈവത്തിന്റെ ആലോചന പ്രകാരം അദ്ദേഹം ചെന്നപ്പോൾ അവിടെ സന്ദർഭം അനുകൂലമല്ല. പക്ഷെ ദൈവത്താൽ അയക്കപ്പെട്ടതുകൊണ്ട് അദ്ദേഹം പ്രതികൂലത്തിന്റെ നടുവിലും സുവിശേഷം പ്രസംഗിക്കണം. ആ ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ ആ ഒരു തീഷ്ണത, ആ ഒരു വിശ്വസ്തത ദൈവദാസന്മാർക്ക് ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ദൈവം പറയുകയാണ് അരുത് എന്ന് പറയുന്നിടത്ത് നമ്മൾ ദൈവം പറഞ്ഞതിന് സാരമില്ല, പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ബലം പിടിക്കരുത്. അത് വിജയത്തിൽ വരികയില്ല. അവിടെ വിത്ത് വിതച്ചാലും മുളയ്ക്കുകയില്ല. കാരണം വിതയ്ക്കുന്ന ശുശ്രൂഷകനാണ് ഞാൻ. നമ്മൾ ഓരോരുത്തരും നമ്മളെല്ലാം വിതയ്ക്കുകയാണ്. വളർത്തുന്നത് ഞാനല്ല, നിങ്ങളല്ല, ഈ ഭൂമിയിലെ ഒരു ദൈവ ശുശ്രൂഷകനുമല്ല,
ദൈവത്തിന്റെ ആത്മാവാണ് ഒരു മന്ദമാരി പോലെ അവരുടെ ഇടയിലേക്ക് കടന്നു വന്ന് ഒരു ഇളങ്കാറ്റ് പോലെ അതിനെ വളർത്തി വളർത്തി വലുതാക്കുന്നത് ദൈവമാണ്. എഗ്രി ചെയ്യാത്ത, ദൈവം ഉടമ്പടി ചെയ്യാത്ത, ദൈവം എഗ്രി ചെയ്യാത്ത ഒരു ശുശ്രൂഷയിലും വളർച്ച ഉണ്ടാവുകയില്ല, മാനസാന്തരം ഉണ്ടാവുകയില്ല, തുടർ ഫലങ്ങളും ഉണ്ടാവുകയില്ല. അല്ല പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു ദൈവാലോചന എപ്പോഴും നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതാ ഇദ്ദേഹത്തിന് ഒരു സന്ദർഭം വന്നു ശുശ്രൂഷയുടെ. അദ്ദേഹം ഉടനെ അവൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് സാമുവേൽ പ്രവാചകൻ കർത്താവിനോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, അവൻ ഇതാ ഭാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സന്ദർഭം ഒന്ന് പഠിച്ചേ. ഇദ്ദേഹത്തിന് വെളിപ്പെട്ട പ്രവചനം, ഇതെല്ലാം പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവിന്റെ ആത്മാവിൽ നിങ്ങളെല്ലാം ജ്വലിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ആഴത്തിൽ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കാറ്റെങ്ങനെയാണോ അങ്ങനെ പോട്ടെ. പ്രിയമുള്ളവരെ, ഒരാൾക്ക് ദൈവീക കാര്യങ്ങൾ അറിയുന്ന രീതികൾ നമ്മളൊന്ന് ആമുഖമായി പഠിച്ചിരിക്കണം. നിങ്ങളെല്ലാം അത് പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്ന് എനിക്ക് നന്നായി അറിയാം. എങ്കിലും എൻ്റെ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തോന്നിക്കുന്നതുകൊണ്ട് ഞാനത് പറയുകയാണ്. എന്നാൽ ഞാൻ പറയുന്നതിലുപരിയായി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന, അറിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടാവും. ഓക്കെ, എങ്കിലും ഒരു കോമണായി ഞാനത് പറയുകയാണ്. ഒന്നാമതായി, ദൈവത്തിന്റെ സന്നിധിയിൽ സാമുവേൽ പ്രവാചകൻ ഒരുപക്ഷെ കണ്ണുകൾ അടച്ചായിരിക്കാം പ്രാർത്ഥിക്കുന്നത്. ഈ വിധത്തിൽ അദ്ദേഹം കണ്ണുകൾ അടയ്ക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ അദ്ദേഹം കണ്ണുകൾ തുറന്നായിരിക്കും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ തന്നെ ഈ അന്തരീക്ഷത്തിൽ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്, ഈ അന്തരീക്ഷത്തിൽ ഒരു ദൈവ ശുശ്രൂഷ മണിക്കൂറിൽ ദൈവിക ശബ്ദങ്ങൾ, ദൈവിക രീതികൾ, ദൈവിക ദർശനങ്ങൾ, ദൈവിക വെളിപാടുകൾ, ദൈവത്തിന്റെ പ്രവചനങ്ങൾ, ദൈവത്തിന്റെ ശുശ്രൂഷയുടെ പാക്കേജുകൾ ഓപ്പൺ ചെയ്യപ്പെടും. ഓപ്പൺ ഐസ്, തുറന്ന കണ്ണുകളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. അത് ആ ശുശ്രൂഷ മണിക്കൂറിൽ സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് പലപ്പോഴും പലരും എന്നോട് ഈ കൃപാവരം എങ്ങനെയാണ് ഫങ്ഷൻ ആവുന്നത്, എങ്ങനെയാണ് അത് ചലിക്കുന്നത്, അതിൻ്റെ ഒരു രൂപം അല്ലെങ്കിൽ അതിന്റെ രൂപരേഖ, അതിന്റെ ഒരു നില എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാമെന്നൊക്കെ പലപ്പോഴും ചോദിക്കാനിടയായിട്ടുണ്ട്. ചില ശുശ്രൂഷകൾ അവരുടെ വേറൊരു വ്യത്യസ്ത നിലയിൽ ഉപയോഗിക്കുകയാണ്, അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാ നിങ്ങളിപ്പോൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ, നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുന്ന സമയത്ത്, നിങ്ങളിങ്ങനെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നിങ്ങളുടെ ഈ കണ്ണുകളിലൂടെ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കുറെ മനസ്സിലാകാത്ത ഇരുട്ടോ പ്രകാശമോ അങ്ങനെ എന്തൊക്കെയോ വരുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഈ കണ്ണിലൂടെ തന്നെ, കണ്ണുകൾ അടച്ച് കൃഷ്ണമണികളോടിലൂടെ തന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൺപോളയ്ക്കുള്ളിലെ ആ ഇരുട്ട്, ആ ഒരു അവസ്ഥ എനിക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും ഒന്ന് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചാൽ കാണാം. അങ്ങനെ കാണുന്ന ആ കാഴ്ചക്കകത്ത് ഓക്കെ, ഇതാ ഞാനൊരു പ്രവചനം നിങ്ങൾക്ക് കൈമാറുകയാണ്. ഏതോ ഒരു സംഭവമായി കുരുക്കുന്ന, അല്ലെങ്കിൽ കുടുക്ക് അകപ്പെട്ട ഏതോ പാപമായിരിക്കാം, അല്ലെങ്കിൽ ശുശ്രൂഷ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഞെരുക്കം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ കഴുത്തിൽ നിന്നും ഒരു സാത്താന്യ ലോകത്തിന്റെ ഒരു കയറ് പൊട്ടിച്ചെതറുന്നതായി, ആ വ്യക്തി സ്വതന്ത്രനാകുന്നതായി ഈ സമയം ദൈവാത്മാവിൽ എനിക്ക് പ്രവചനം ഉണ്ടായി. അത് ഈ സർവീസ് അറ്റൻഡ് ചെയ്യുന്ന ആർക്കോ ഉള്ള പ്രവചനമാണ്. നിങ്ങളെ ദൈവം സമൃദ്ധമായി അഭിഷേകം ചെയ്യുകയാണ്. ആമേൻ. ഇത് ഞാന് കണ്ടത് ഈ വിധത്തിലാണ് കണ്ടത്. ഞാൻ ഈ വിധത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കിണറിന്റെ റൗണ്ട് എന്നതുപോലെ ഒരു വട്ടം എൻ്റെ മുൻപിൽ തെളിയുന്നു. ആ വട്ടത്തിന് ചുറ്റും ആ എന്താ പറയാ, ആ കിണറിന്റെ ആ
ആൾമറയിലെ മുകളിലെ ആ റൗണ്ട് പോലെ ഒരു പ്രകാശം ഉണ്ടാകുന്നു. ആ പ്രകാശത്തിന്റെ ഒരു സൈഡിൽ, ഈ റൗണ്ടിലുള്ള പ്രകാശത്തിന്റെ ഒരു സൈഡിൽ നിന്നും ഒരു കമ്പ് പോലെ എന്തോ ഒന്ന് നീണ്ടു നിൽക്കുന്നു. അത് പെട്ടെന്നൊരു കയറ് പോലെ ഞാൻ മനസ്സിലാക്കുന്നു. ആ കയറ് ആരുടെയോ കഴുത്തിൽ കുടുങ്ങി മുറുകിയിരിക്കുന്നതായി ഞാൻ അറിയുന്നു. ഉടനെ ദൈവാത്മാവിന്റെ ചലനത്തിൽ, പ്രവചനാത്മാവിൽ എനിക്കത് വ്യാഖ്യാനം ഉണ്ടാവുകയാണ്. ഇത് ഒരു ദൈവ ശുശ്രൂഷകന്റെ ശുശ്രൂഷയെ തടയുന്ന അവന്റെ മേൽ സാത്താന്റെ ഉപായമായ കയറാണിത്. അതിനെ ഞാൻ അഴിച്ചവനെ സ്വതന്ത്രനാക്കുകയാണെന്ന് ഞാൻ എൻ്റെ ആത്മാവിൽ അറിഞ്ഞു കഴിഞ്ഞു. ഉടനെ ഞാനത് പ്രവചനാത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്: ആരുടെയോ മേലുള്ള ദൈവ ശുശ്രൂഷയുടെ തടസ്സത്തെ ദൈവം എടുത്തു നീക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ പ്രവചനം. ഇങ്ങനെ പ്രവചിക്കാം. ഇനി മറ്റൊരു പ്രവചനം. ഇതാ, ഞാൻ കണ്ണുകൾ അടയ്ക്കുന്നു. നിങ്ങൾ കണ്ണു എല്ലാവരും കണ്ണു തുറന്നിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പട്ടണം, നിങ്ങളുടെ ടൗണോ, നിങ്ങൾക്കറിയാവുന്ന ഒരു സ്ഥലം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇതാ എന്റെ പട്ടണമായ, എന്റെ വീടിന്റെ അടുത്തുള്ള പട്ടണം ഞാൻ പെട്ടെന്ന് കാണുകയാണ്. ഇതാ ഞാൻ കണ്ടു. ഞാൻ കണ്ടു. ആരുടെയോ വെരിക്കോസോ കാൽമുട്ടോ കാല് സംബന്ധമായ ഒരു പീഡയുള്ള, അത് കുറെ നാളുകളായി ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളെ കർത്താവിന്റെ ഈ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് കാണിക്കുകയാണ്. ആ കണ്ണിന്റെ ആ കാഴ്ചയുള്ള എൻ്റെ മനസ്സിന്റെ ഏരിയയിൽ ഇപ്പോൾ ഈ പ്രവചനം വെളിപ്പെട്ടു. കണ്ടോ? ഞാൻ പറഞ്ഞ പ്രവചനമാണ്. നിങ്ങളിൽ ആർക്കും ഒരാൾക്ക് കാലുമായി ബന്ധപ്പെട്ട ഒരു രോഗമുള്ള ഒരാളുണ്ട്. ആ വ്യക്തി പ്രാർത്ഥിച്ചോ, കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാകും. ഇതൊരു പ്രവചനമാണ്. ഇപ്പൊ ഞാൻ കണ്ണു തുറന്നിരിക്കുമ്പോൾ ആ കാഴ്ച കണ്ട എൻ്റെ മനസ്സിന്റെ, അല്ലെങ്കിൽ എൻ്റെ ചിന്തകളുടെ, ആ ഭാവനകളുടെ, അത് എവിടെയാണോ തുടങ്ങുന്നത്, ആ മനസ്സിന്റെ ഏരിയയിൽ എനിക്ക് പ്രവചനം ഉണ്ടായി. തുറന്ന കണ്ണുകളിൽ ചിലത് കാണാൻ പറ്റുന്ന കാഴ്ചകളുള്ള പ്രവചനങ്ങൾ. ഇത് രണ്ടും പ്രവചനങ്ങളാണ്. മറ്റൊന്നാണ് നമ്മളിങ്ങനെ ഞാനിപ്പോ ഒരു സ്വരം കേട്ടു, വചനം തടയപ്പെട്ടു. ഇതില് ഏതോ ഒരു വ്യക്തി കുറച്ച് നാളായിട്ട്, ഏതൊരു ദൈവ ശുശ്രൂഷകയോ കുറച്ച് നാളായിട്ട് വചനം വായിക്കാൻ പറ്റുന്നില്ല, വചനം കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. വചനത്തിന്റെ ശുശ്രൂഷയാണോ, അല്ലെങ്കിൽ വചനം ധ്യാനിക്കലാണോ, വചനത്തിന്റെ ജ്ഞാനത്തിന്റെ വെളിപാടുകളാണോ, വചനവുമായി ബന്ധപ്പെട്ട് തടസ്സം ഉണ്ടായിരിക്കുന്നു. ആ വ്യക്തിയുടെ തടസ്സം കർത്താവ് എടുത്തു നീക്കുന്നതായി ഇതാ കർത്താവ് ഒരു പ്രവചനം അറിയിക്കുന്നു. ആമീൻ. ഇത് ഉണ്ടായത്, ഞാൻ എൻ്റെ ഈ ചെവിയിൽ ഒരു ദിവ്യമായ ശബ്ദം കേട്ടു. വചനത്തിന്റെ തടസ്സം ഞാൻ എടുത്തു നീക്കി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വിധത്തിൽ ഒരുപക്ഷെ ദൈവം നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകും പല കാര്യങ്ങൾ. നമ്മളത് തോന്നലുകൾ വരാം. പക്ഷെ ഇത് വിവേചിച്ച് ആത്മാവും നമ്മളും ദൈവത്തിന്റെ ആത്മാവുമായിട്ടുള്ള ഇന്റിമസിക്കകത്ത് ഇതെല്ലാം ഫോമാകും. ഒരു ഭാര്യ ഒരു മണവാട്ടി തന്റെ മണവാളനുമായി അഭേദ്യമായ ബന്ധത്തിൽ അവളുടെ എല്ലാം മണവാളൻ അറിയുന്നു. അവളുടെ എല്ലാം സ്വഭാവമാകട്ടെ, പ്രവൃത്തിയാകട്ടെ, ചെയ്തികളാകട്ടെ, പാചകമാകട്ടെ, സ്നേഹമാകട്ടെ, എല്ലാം ഒരു മണവാളൻ മണവാട്ടിയിൽ നിന്നും, മണവാട്ടി മണവാളിനിൽ നിന്നും അറിയുന്നത് പോലെ ആത്മാവുമായിട്ടുള്ള നമ്മുടെ ആ അഭേദ്യമായ കൂടിക്കലരുന്ന മണിക്കൂറുകളിൽ ഈ ദൈവ ശുശ്രൂഷകൻ ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് അറിയുവാൻ സാധിക്കും. ഈ കുറച്ചു നാൾ മുമ്പ് ഞാനൊരു സ്ഥലത്ത് ഒരു ധ്യാനമന്ദിരത്തിൽ ചെന്നു. അവിടെ കൗൺസിലിങ്ങിന് സഹായിക്കുകയാണ്. അങ്ങനെ കൗൺസിലിംഗ് സഹായിക്കുമ്പോൾ അവിടെ അമേരിക്കയിൽ നിന്ന് ഒരു ഫാമിലി അവിടെ ശുശ്രൂഷയ്ക്കായി വരികയാണ്. അപ്പോ ആ ചേച്ചി കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ അടുക്കൽ വരികയാണ്. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അമേരിക്ക കാണുന്നുണ്ട്. പക്ഷെ ഈ ചേച്ചിനെ കണ്ട ഒരു അമേരിക്കക്കാരി അല്ലെന്നറിയാം.
ചേച്ചി സാധാ മലയാളിയാണ്. ചേച്ചി അമേരിക്കയിലായിരുന്നു. ഞാൻ അമേരിക്കയിൽ ആയിട്ടുള്ള എന്തൊരു ബന്ധം നിങ്ങളിൽ കാണുകയാണല്ലോ, എന്താണ് നിങ്ങൾക്ക് അമേരിക്കയായിട്ട്? അപ്പൊ ഉടനെ ചേച്ചി പറയാണ്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമേരിക്കയിൽ തന്നെ ആയിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും അമേരിക്കയിലായിരുന്നു. ഉടനെ അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുകയാണ്, സംഭാഷണം പോലെ ചോദിക്കുകയാണ്, എന്ത് പറ്റി പെട്ടെന്ന് അമേരിക്കയിൽ നിന്ന് പോരാൻ കാരണം? ഉടനെ ആ ചേച്ചി എൻ്റെ കൈ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറയാണ്, എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നതിന്റെ കാരണം നിങ്ങൾ പറയണം, പ്രാർത്ഥിച്ച് പ്രവചിച്ച് പറയണം, എങ്കിൽ ഞാൻ ഈ പ്രവചന ഈ ശുശ്രൂഷയെ വിശ്വസിക്കാവുന്ന ഒരു അടി കിട്ടിയവരെയാണ്. ഓക്കെ, എന്റെ പ്രിയമുള്ളവരെ, അടുത്ത നിമിഷം ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവെ, എന്നെ ഞാൻ താഴ്ത്തുന്നു, എനിക്ക് എളിമ നൽകണേ. അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന അടുത്തൊരു വാക്കാണ്, പരിശുദ്ധാത്മാവ്, എവിടെയെങ്കിലും എനിക്ക് അശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ നടപ്പിലോ എടുപ്പിലോ കൊടുക്കലിലോ എന്തെങ്കിലും എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്നൊരു പ്രാർത്ഥന നമുക്ക് ചെല്ലാവുന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇതാ അടുത്ത നിമിഷം ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യക്തി ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ സമയം മുന്നോട്ട് പോവുകയാണ്. ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്ന് ഞാൻ അറിയുകയാണ് ആത്മാവിൽ. ആ നിമിഷം ഞാൻ കണ്ട ഒരു കാര്യം, ഒരു സ്ത്രീ എന്റെ മുൻപിലോട്ട് വരികയാണ്. ഒരു പെൺകുട്ടി എന്റെ മുൻപിലോട്ട് വരികയാണ്. ഞാൻ ഈ പെൺകുട്ടിയെ കണ്ട ഉടനെ ആത്മാവിൽ അറിഞ്ഞു, ഒരു പെണ്ണുമായി എന്തോ ഒരു പ്രശ്നമുണ്ടായി, ഒരു പ്രതിസന്ധി ഉണ്ടായി. അങ്ങനെയാണ് ഈ വ്യക്തി അവിടെ വിട്ട് പോരേണ്ടതായി വന്നത് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ ആ വ്യക്തിയോട് പറയുകയാണ്, ഒരു കേസുമായി ബന്ധപ്പെട്ടല്ലേ നിങ്ങൾ അവിടുന്ന് മടങ്ങാനിടയായത്? അതൊരു പെണ്ണുമായി എന്തോ ഒരു കേസല്ലേ? ആ കേസുണ്ടായ ആളിപ്പോൾ എന്തേ എന്ന് ചോദിച്ചു. കാരണം ഞാൻ കാണുന്നില്ല, അദ്ദേഹത്തെ ആ ആള് കാണുന്നില്ല. ഉടനെ ആള് പറയാണ്, അതെ, അതൊരു തെറ്റായ ഒരു സംഭവമായിരുന്നു, തെറ്റായ ഒരു കാര്യമായിരുന്നു, തെറ്റായ ഒരു കേസാണ്, അവര് വാസ്തവത്തിൽ ചെയ്യാത്ത എന്തോ ആണെന്നൊക്കെ അവര് പറയാനിടയായി. എന്റെ പ്രിയമുള്ളവരെ, നമ്മള് കർത്താവിന്റെ മുമ്പിൽ കർത്താവിന് മഹത്വം കൊടുക്കുന്ന നിലയിൽ എപ്പോഴും ആയിരുന്നു ശുശ്രൂഷിക്കുമ്പോൾ ദൈവാലോചന സ്വീകരിക്കാൻ നമ്മൾ ഒരിക്കലും മറക്കും. ഇതാ സാമുവേൽ പ്രവാചകന് ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ചു കൊടുത്തു, ഇതാ സാവൂള് ഭാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാമുവേൽ പ്രവാചകൻ അവിടെ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ഓടിച്ചെന്ന് ഈ ഭാണ്ഡങ്ങൾക്കിടയിൽ നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഭാണ്ഡങ്ങൾക്കിടയിൽ അവര് ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം പ്രവചിച്ചതുപോലെ അവിടെ സാവൂൾ രാജാവ് ഇരിക്കുന്നതായി അദ്ദേഹം കണ്ടു. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്താൽ എത്ര നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ട് നിയോഗിക്കപ്പെട്ടാലും, നമ്മുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷ എത്ര ഉന്നതമാണെങ്കിലും, ഒരു ഏരിയയിൽ മനുഷ്യരാൽ അറിയപ്പെടും, അത് സ്വാഭാവികമാണ്. മറ്റൊരു ഏരിയയിൽ ദൈവത്തിന്റെ പക്ഷത്ത് ഒളിച്ചിരിക്കുന്ന ഒരു സ്വഭാവം, ഒരു വ്യക്തിത്വം, ഒരു രീതി നമുക്കുണ്ടായിരിക്കും. എന്റെ പ്രിയമുള്ളവരെ, എൻ്റെ കുടുംബത്തിൽ ആരും തന്നെ എൻ്റെ മേൽ കിടക്കുന്ന പുതപ്പ് കണ്ടിട്ടില്ല. എൻ്റെ പട്ടണത്തിൽ ആരും തന്നെ എൻ്റെ മേൽ കിടക്കുന്ന പുതപ്പിന്റെ വീതിയോ നീളമോ അത് ഏത് നൂൽ കൊണ്ടാണ് നെയ്തതെന്നോ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. അറിയാതിരിക്കേണ്ടതിന് ഞാൻ എപ്പോഴും എൻ്റെ പട്ടണത്തിൽ സാധാരണ പോലെയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്താൽ എത്രമാത്രം ഉയർത്തപ്പെടുമ്പോഴും ദൈവത്തിൽ താണിരുന്ന് പഠിക്കാൻ നമ്മൾ തുടങ്ങിയാൽ നമുക്കൊരിക്കലും തോൽവി സംഭവിക്കില്ല. എവിടെയെല്ലാം നമ്മൾ അപമാനിക്കപ്പെട്ടാലും പരിഹസിക്കപ്പെട്ടാലും തള്ളപ്പെട്ടാലും അപവാദങ്ങൾ പേറിയാലും സഹനങ്ങളോ സുവിശേഷ പീഡകളോ നിന്ദകളോ പട്ടിണിയോ ദാരിദ്ര്യമോ എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിന്റെ പക്ഷത്താണ് നമ്മൾ
നിലയുറപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ളിടത്ത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ സെക്ഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾ നാളെ പ്രാർത്ഥനയോടെ വരണം. ഞാൻ വേറെ സ്ഥലത്തായിരിക്കും, എങ്കിലും നിങ്ങൾ പ്രാർത്ഥനയോടെ വരണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് വരിക. നമുക്ക് ഒരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിച്ച് സ്തുതിച്ച് ഈ ശുശ്രൂഷയുടെ അവസാനം നമ്മളെ ഏതെങ്കിലും ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും അച്ഛന്മാർ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛന്മാരൊന്ന് ആശീർവദിച്ചാൽ കൂടുതൽ അനുഗ്രഹമാണ്. അച്ഛന്മാർ വന്നിട്ടുണ്ടോന്ന് അറിയത്തില്ല. വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങ് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രൊഫറ്റിക്കൽ ഏരിയ, അതുപോലെ തന്നെ പ്രോഫസിയുടെ ഏരിയ, ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങളോട് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, ഞങ്ങളുടെ പ്രത്യേകമായ ഇടപെടൽ ഞങ്ങളെല്ലാവരുടെ ജീവിതത്തിൽ ശുശ്രൂഷയുടെ ഒരു പദവിയിൽ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ, ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് വലിയൊരു ഉയർച്ച ഉണ്ടാകുവാൻ നല്ല പിതാവേ, നല്ല ഈശോയെ, പരിശുദ്ധാത്മാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മാലാഖമാരെ, വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, വിശുദ്ധ മിഖായേലെ, ഞങ്ങളുടെ കാവൽദൂതന്മാരെ, നിങ്ങളുടെ ഇടപെടൽ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മുമ്പേ ദൈവരാജ്യത്തിൽ മുൻനിരയിൽ നിന്ന പ്രവാചകന്മാരെ, അപ്പോസ്റ്റൽമാരെ, വിശുദ്ധരെ, രക്തസാക്ഷികളെ, നിങ്ങളുടെ ഇടപെടൽ എപ്പോഴും ഞങ്ങളുടെ വിശുദ്ധ ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊരു ഒരു അഭിഷേകം വർദ്ധിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കൂടെ എപ്പോഴും ഈശോയെ, പരിശുദ്ധ അമ്മയുടെ, ഈശോയെ, അങ്ങയുടെ അമ്മയുടെ ആ പ്രത്യേക സാന്നിധ്യവും സാമീപ്യവും അനുഭവവും ആ അമ്മ അങ്ങ് എങ്ങനെ വളർത്തിയോ അതുപോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഈശോയെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടലിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ ദിവസങ്ങളിലെ ഈ 50 ദിവസത്തെ ശുശ്രൂഷകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ അതാത് ദിവസങ്ങളിൽ ആരൊക്കെ ഈ ശുശ്രൂഷ കൈകാര്യം ചെയ്യണമോ അവര് അഭിഷേകം ചെയ്യുകയും അവർക്ക് വലിയ ജ്ഞാനം ഉണ്ടാകുകയും ഇന്ന് വരെ അവരുടെ കൈകളിലൂടെ, അവരുടെ അധരത്തിലൂടെ, അവരുടെ ജ്ഞാനത്തിലൂടെ പകരപ്പെടാത്ത സ്വർഗീയ രഹസ്യങ്ങൾ പകരപ്പെട്ട് അത് ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വലിയൊരു കാരണമായി തീരുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്കിടയാകണമേ. പരിശുദ്ധമ്മേ, അമ്മയുടെ വലിയ പ്രാർത്ഥനയും സഹായവും ഞങ്ങൾക്ക് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം എല്ലാവർക്കും സൗണ്ട് ഓൺ അൺമ്യൂട്ട് ചെയ്ത് നമുക്ക് ഒന്ന് തുതിച്ച് പ്രാർത്ഥിക്കാം അല്പനേരം. അങ്ങനെ നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. എല്ലാവരും നമ്മുടെ ഈശോയുടെ വലിയൊരു അനുഗ്രഹത്തിലേക്ക് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പുതപ്പിന്റെ അകത്ത് ഒരു തീ കാറ്റുണ്ടാകുന്ന നിലയിൽ
ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കട്ടെ. അപ്പൊ ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ലിങ്ക് എനിക്ക് ഇത് കൈകാര്യം ചെയ്യാൻ വലിയ കാര്യമായിട്ട് അറിയത്തില്ല. നമ്മളെ കോയമ്പത്തൂരുള്ള നമ്മളെ ജസം ബ്രദറാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പൊ നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്യുക. പരമാവധി ദൈവ ശുശ്രൂഷയ്ക്ക് ആളുകൾ ഈ കാലഘട്ടത്തിൽ, ഈ 2026 കാറ്റിൽ ആളുകൾ ഇനിയും ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ മാത്രം പോരാ. മോശ പറഞ്ഞതുപോലെ ഇസ്രായേലിലെ എല്ലാവരും പ്രവചിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞതുപോലെ ആ ഒരു മനോഭാവത്തിൽ നമ്മളെ ഇതൊരു ശുശ്രൂഷയായി ഏറ്റെടുത്ത് എല്ലാവരും മാക്സിമം ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തി നിങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു വരിക. ഇതില് ദൈവം ആഗ്രഹിക്കുന്ന ഓരോരുത്തർ മാറി മാറി ആയിരിക്കും ഒരുപക്ഷെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെയാണോ അതിന്റെ കാറ്റ് വരുന്നത് ആ നിലയിലായിരിക്കും ഇത് മുന്നോട്ട് പോവുക. ഓക്കെ, ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ജപമാലയൊക്കെ ചെല്ലണം, കുർബാന പങ്കെടുക്കണം, കുമ്പസാരിക്കണം. ഈ ദിവസങ്ങളെല്ലാവരും കർത്താവിന്റെ ഉപരി അഭിഷേകം പ്രാപിക്കാൻ ഒരുക്കമുള്ളവരാകുക. ഗോഡ് ബ്ലെസ് യു. ഇത് ശുശ്രൂഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങളിൽ വലിയവനോ അങ്ങനെ അതുമായിട്ട് ഒരു ബന്ധവും എനിക്കില്ല. ഞാൻ നിങ്ങളിൽ ഒരുവനിൽ ഏറ്റവും എളിയവനുമാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം.